നമ്മളിതിൽ ഇടാൻ പോകുന്നത് കുറച്ച് ചീസാണ്. ചീസ് ഞാനിത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലാഫിംഗ് പൗഡർ ചീസ് സ്ലൈസസ് ആണ്. കുറച്ച് നമ്മളിങ്ങനെ ഇട്ടിട്ട് ക്രീമി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ ഇതിന് വേണ്ടത്രയും ക്രീമി അല്ലാത്തതുകൊണ്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നു. അതായത് മയണീസ് ഉപയോഗിക്കാം, ചീസ് ഉപയോഗിക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് ചീസിനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പീസസ് ആയിട്ട് കുറച്ചിങ്ങനെ ഇട്ടിട്ട് നമ്മളിത് ചീസ് മെൽറ്റ് ചെയ്തിട്ട് യോജിപ്പിക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് ക്രീം ചീസ്, അതായത് അൽമറയുടെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ക്രീം ചീസ് നമ്മൾ ഇടുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം പറഞ്ഞാൽ ചിക്കൻ ഓൾറെഡി വഴങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ നമ്മളിട്ട് മിക്സ് ചെയ്യുക. ബ്രെഡ്, ലെറ്റ്യൂസ്, ചീസ് സ്ലൈസ്, നമ്മുടെ മസാല, ഇത് നമ്മൾ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണമെന്നുണ്ട്, ബ്രെഡിൻ്റെ എഡ്ജസ് ട്രിം ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്യുക. അതിൻ്റെ മേലെ ഒരു പീസ് ബ്രെഡ് വെക്കുക, ഇച്ചിരി ലെറ്റ്യൂസും ഒരു ചീസ് സ്ലൈസ് അതിൻ്റെ മേലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പാക്റ്റായിട്ട് കിട്ടാം നമ്മുടെ സാൻഡ്വിച്ച്. യെസ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നമ്മൾ പ്രസ് ചെയ്തിരിക്കുകയാണ്. നമ്മളങ്ങനെ എടുത്തിട്ട് ആക്ച്വലി ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണാനോ ഓരോ ലെയേഴ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ടോസ്റ്റർ ഇല്ലാത്ത കാരണം ഞാനിത് തവ ഫ്രൈയിൽ ടോസ്റ്റ് ചെയ്യുന്നു. ഞാനിങ്ങനെ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ചെറിയ തീയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ മേലെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ടോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് നമ്മളൊരു വലിയ സ്ലൈസ് വെച്ച് ചെയ്യണം. കാരണം അത് മറിക്കാൻ എളുപ്പത്തിന് നമ്മളിങ്ങനെ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഓരോ സൈഡ് വെച്ച് ടോസ്റ്റ് ചെയ്ത് നമ്മളത് കഴിഞ്ഞിട്ട് സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുക. ആ ഇളം ചൂടിൽ ആ ബ്രെഡ് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടാനാണ്. ഒപ്പം നമ്മുടെ ഉള്ളിലുള്ള ചീസ് സ്ലൈസും അതൊക്കെ ഇങ്ങനെ നല്ല മുരിഞ്ഞ് നല്ല മെൽറ്റി ഗൂയി ചീസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. റൈറ്റ്. എന്നിട്ട് യെസ്, നമ്മളിങ്ങനെ ഇതാക്കി കണ്ടോ, ഇത്രയും ഒക്കെ ആയാൽ മതി. അതായത് ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ഇതായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ആക്ച്വലി നമ്മൾ ഇതിൽ തന്നെ നല്ലൊരു മുരിഞ്ഞ് കിട്ടും. ഇങ്ങനെ ടൂത്ത് പിക്കായിട്ട് അവസാനം നിങ്ങളിങ്ങനെയാണ് സ്ലൈസ് ആക്കിയിട്ട് ടൂത്ത് പിക്ക് കുത്തി വെച്ചിട്ട് നമ്മൾ ഒരു ഹോട്ട് ബോക്സ് എടുത്ത് വെക്കുക.